ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. ഇഡലിക്കട റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ധനുഷ്. പുള്ളിയുടെ നാലാമത്തെ ഡയറക്ഷണൽ വെഞ്ചറാണെന്നാണ് എൻ്റെ ഓർമ്മ. പാപ്പാണ്ടി, ആം, നിലവുക്ക് എന്നടി എമ്മേൽ കോപം, റായൻ, പിന്നെ ഇപ്പോൾ ഇതും അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ ഇടയ്ക്ക് VIP-യുടെ കഥയും ഒക്കെ ധനുഷിൻ്റെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഡയറക്ഷനിലോട്ട് എത്തുമ്പോഴത്തേക്കും പുള്ളിയുടെ ഒരു കാഴ്ചപ്പാടിലുള്ള എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് കേട്ടോ. സ്റ്റേജിലെ ധനുഷും പ്രസംഗങ്ങളും പുള്ളിയുടെ ഒരു സിംപ്ലിസിറ്റിയും കാര്യങ്ങളും പുള്ളിയുടെ ഭക്തിയും അല്ലെങ്കിൽ പുള്ളിയുടെ കുടുംബ ബോണ്ടിങ്ങും അങ്ങനെയൊക്കെ വെച്ചിട്ട് പുള്ളിയുടെ ചെറുപ്പകാലത്തെ പുള്ളിയുടെ നാട്ടിൽ പോയപ്പോൾ ഉള്ള ഒരു ഇഡലിക്കടയും അതിന് ചുറ്റിപ്പറ്റി സാങ്കല്പികമായി മെനഞ്ഞെടുത്ത ഒരു കഥയും അതാണ് ഇതിനെപ്പറ്റി ആദ്യത്തെ വോയിസ് ഓവറിൽ ധനുഷ് പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ പുള്ളിയുടെ ഒരു ലൈഫിൽ നിന്ന് പുള്ളി കാണുന്ന ഒരു കാഴ്ചപ്പാടും ഒക്കെ വെച്ച് എഴുതിയെടുത്ത ഒരു കഥയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഡയറക്റ്റ് ചെയ്ത് വന്നപ്പോൾ ഫിലോസഫിക്കലായിട്ട് പടം ഓക്കെ. ഒരുപാട് പേർക്ക് എതിർക്കാം, ഒരുപാട് പേർക്ക് അത് ശരിയാണെന്ന് തോന്നാം. അതൊക്കെ പ്രേക്ഷകർക്ക് വിടുന്നു. പക്ഷേ എനിക്കിത് അത്രയും വർക്കായ ഒരു സിനിമയല്ല. ഒരു പക്ഷേ ധനുഷിൻ്റെ നിലവുക്ക് എന്നടി ഏന്മേൽ കോപം ആ പടത്തിൻ്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. എപ്പോഴും ഒരു കമ്പാരിസൺ വേണമല്ലോ, ഒരു ബെഞ്ച് മാർക്ക് നമ്മൾ എപ്പോഴും ചെയ്യുമല്ലോ. മുമ്പ് ഡയറക്റ്റ് ചെയ്ത സിനിമയേക്കാൾ ഇത് മെച്ചമായിരുന്നു എന്നൊക്കെ പറയുന്നിടത്ത് ഒരു പക്ഷേ അതിനേക്കാൾ കൊള്ളാം. പക്ഷേ വളരെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അതായത് ധനുഷിൻ്റെ സ്ഥിരം പാറ്റേണിലുള്ള ഡാൻസ് വേണമെന്നോ കോമഡി വേണമെന്നോ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു സീരിയസ് സബ്ജക്റ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന കുറച്ച് കാഴ്ചകളുണ്ട്. പണക്കാരാകുമ്പോൾ അവർക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പണക്കാരെല്ലാം ഈവിളാണ്, ഗ്രാമത്തിൻ്റെ വിശുദ്ധി, അവിടെയാണ് നന്മ ഏറ്റവും ഉള്ളത്, നമ്മൾ ഒരുപാട് സമ്പാദിക്കേണ്ട, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ തേടി വരും, അഹിംസ അങ്ങനത്തെ ഒരുപാട് ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള കുറേ കഥാപാത്രങ്ങളും അതിലേക്ക് വന്നു കഴിഞ്ഞാൽ മലേഷ്യയിലെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ളൊരു ബിസിനസ് ഫാമിലി, അവരുടെ ഓൾ ഇൻ ഓൾ ആയിട്ട് നിൽക്കുന്ന ധനുഷിൻ്റെ കഥാപാത്രം അവരുടെ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ നോക്കി നടത്തുന്നു. അപ്പോൾ മുതലാളിയാണ് സത്യരാജൻ്റെ മോളുമായിട്ട് ധനുഷ് പ്രേമത്തിലാകുന്നു. ധനുഷിൻ്റെ ഗ്രാമത്തിൽ നിന്ന് വിട്ട് അച്ഛനായിട്ട് രാജ്കിരണിൻ്റെ ക്യാരക്ടർ വിട്ടിട്ട് മലേഷ്യയിൽ വന്ന് പുള്ളിക്കായിട്ട് സ്വന്തമായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതം പുള്ളി കെട്ടിപ്പടുക്കുന്നു. തിരിച്ച് ഗ്രാമത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റുകൾ, സത്യരാജൻ്റെ ഫാമിലിയായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ അതെങ്ങനെ നേരിടുന്നു. അച്ഛൻ്റെയാണ് ഇഡലിക്കട, രാജ്കിരണിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഇഡലിക്കടയുണ്ട്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ പറയുന്ന ഇതൊക്കെയുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. രാജ്കിരണിൻ്റെ ഒരുപാട് ഗ്രാമീണ ക്യാരക്ടേഴ്സുണ്ട്. പുള്ളി അതിന് കൊടുക്കുന്നൊരു ജീവൻ ഒരു പ്രത്യേകതയാണ്. കാരണം പുള്ളി ആ ഫ്രെയിമിൽ കൊണ്ടുവന്ന് പുള്ളിയുടെ സ്ഥിരം സ്ലാങ്ങുകൾ യൂസ് ചെയ്താലും ആ സ്ക്രീനിൽ പുള്ളിക്ക് ആ ഒരു ക്യാരക്ടറിനൊരു മാജിക്കുണ്ട്. ഇപ്പം മെയ്യഴകനിൽ പോലും പുള്ളി വന്നിട്ട് കരയുന്ന സീനുകളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് വൈകാരികമായിട്ട് പിടിച്ചു വലയ്ക്കും. അതുപോലെ തന്നെയാണ് രാജ്കിരൺ. അങ്ങനെ ഒരു തേജസ്സുണ്ട്, ഒരു പ്രഭാവലയുണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ. അത് ഇതിനകത്തും നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് എഫേർട്ട്ലെസ്ലി ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ ഗ്രാമത്തിലെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സീനുകൾ ഇതിനകത്ത് കെട്ടിപ്പടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ഇങ്ങനെയൊക്കെ ബിൽഡ് ചെയ്ത് വന്നിട്ട് ഇത് സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഈ പടം കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകും. ഓൾറെഡി ഒരു വളരെ സീരിയസ് നോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നൊരു സിനിമയാണ്. ഒരു പക്ഷേ ധനുഷിനെയും നിത്യാമേനോനെയും കണ്ടു വരുന്നവർ തിരിച്ചരമ്പരം പോലെ ഭയങ്കര കോമഡിയും കാര്യങ്ങളും ടൈമിങ്ങും ഒക്കെ ഉള്ളൊരു സിനിമ എക്സ്പെക്റ്റ് ചെയ്തിരിക്കാം. അത്രയൊന്നും ഇല്ലെങ്കിലും കാര്യഗൗരവമുള്ളൊരു വിഷയം പറയാനുണ്ടെങ്കിൽ അത് കണ്ടിരിക്കാനൊരു രസമുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴത്തേക്കും ഭയങ്കര ഏച്ച് കെട്ടിയ ക്രിഞ്ച് ഫെസ്റ്റ് സീനുകളൊക്കെ ആണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു പക്ഷേ നിങ്ങളുടെ അഭിപ്രായം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കാം. എനിക്കിത് അതിന് ശേഷം ഒട്ടും വർക്കായില്ല. ഇത് എപ്പോൾ തീരും, എങ്ങനെ തീരും എന്നുള്ളത് ഓൾറെഡി നമ്മുടെ മൈൻഡിൽ വന്നു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു അന്ത്യം എങ്ങനെയാണെന്നും ഒക്കെ നമുക്കറിയാം. അതിൽ നിന്നൊക്കെ വലിയ വ്യത്യാസങ്ങളില്ലാതെ ഏതാണ്ടൊക്കെ ക്ലൈമാക്സിലെ ഒരു സീൻ വരെയുണ്ട്, ഒരു പണിഷ്മെൻറ്റ് വരെയുണ്ട്. അതുവരെ നമുക്കൊരു സ്റ്റേജിൽ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. അതായിരുന്നു ആകെ മൊത്തത്തിലൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. കാരണം ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു നിര ആക്ടേഴ്സിനെയൊക്കെ കിട്ടിയിട്ട് അതിനെ ഒട്ടും വെൽ യൂട്ടിലൈസ്ഡ് ചെയ്യാൻ പറ്റാതെ, ഒരു പക്ഷേ എനിക്കറിയില്ല, ഇതെൻ്റെ ടേക്കാണ്, കംപ്ലീറ്റ്ലി മൈ ടേക്ക്. ഒരു പക്ഷേ ധനുഷ് മനസ്സിൽ കണ്ട സിനിമ അല്ലെങ്കിൽ കടസി വ്യവസായി പോലെയൊക്കെയുള്ള ഒരു സിനിമയായിരിക്കാം പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത്. കടസി വ്യവസായി എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റാണ്. തമിഴ് സിനിമയെ എത്രയൊക്കെ ഹിറ്റുകൾ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും
ഈ പറഞ്ഞ സിനിമ 'കടസി വ്യവസായി' എന്ന് പറഞ്ഞ സിനിമയ്ക്ക് തമിഴ് ഓഡിയൻസ് അതിന് ഡിസേർവ് ചെയ്യുന്നൊരു വിക്ടറി അല്ല കൊടുത്തിരിക്കുന്നത്. അത് അത്ര വലിയ ഹിറ്റാണെന്ന് തോന്നുന്നില്ല. അത് OTTയിൽ വന്നതിന് ശേഷമാണ് ആ സിനിമയെപ്പറ്റി അവിടെ തന്നെ ഒരുപാട് പേര് സംസാരിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10 വർഷത്തിൽ വന്ന ഒരു മികച്ച സിനിമയാണ് 'കടസി വ്യവസായി'. അതിൽ പറയുന്ന തത്വങ്ങളും കാര്യങ്ങളുമൊക്കെ ആ സിനിമ കാണാത്തവർ തീർച്ചയായിട്ടും കാണാൻ ഞാൻ വളരെ മസ്റ്റ് വാച്ച് എന്ന് പറയുന്നൊരു സിനിമയാണ്. നമ്മുടെ ലൈഫ് നമ്മുടെ തലയിൽ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് തരുന്നൊരു പടമാണത്. ലൈഫിൽ ഇത്രയൊക്കെ മതി, ഇതൊക്കെയാണ് ബേസിക് നെസസിറ്റീസ് എന്ന് വളരെ നമ്മുടെ ബ്രെയിനിൽ ഉറയ്ക്കുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ട് പറഞ്ഞു തരുന്നൊരു ഇതാണ് ഒരു പടമാണ്. എനിക്ക് എൻ്റെ ക്ലോസ് ടു ഹാർട്ട് പടമാണ്. ഒരുപക്ഷെ പുള്ളി അതിൻ്റെ ഒരു വേറെ ഡൈമെൻഷനിൽ പറയാൻ ഉദ്ദേശിച്ചൊരു പടമായിരിക്കാം. പക്ഷേ അത് ആ രീതിയിൽ എനിക്ക് ഒട്ടും വർക്കായില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരാശരിക്കും താഴെയായിട്ടുള്ളൊരു സെക്കൻഡ് ഹാഫ്, അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ഫസ്റ്റ് ഹാഫ്. ഇതൊക്കെയാണ് എനിക്ക് ഇഡലിക്കടയെ പറ്റി തോന്നിയ അഭിപ്രായം. ഹാവിങ് സെഡ് ദാറ്റ് എല്ലാവരുടെ പെർഫോമൻസും ഒട്ടും മോശമല്ല. എല്ലാവരും നന്നായിട്ട് കിട്ടിയ സീനുകളെല്ലാം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിനെ കുറിച്ചൊന്നും ഒരു എതിരഭിപ്രായം പറയാനുള്ള സിനിമയല്ല. പക്ഷേ പെർഫോമൻസ് മാത്രം നന്നായതുകൊണ്ട് ഒരു സിനിമ ഒരു നല്ലൊരു സിനിമയായി മാറണമെന്നില്ല. അതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ് ഇഡലിക്കടയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മാന്യമായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ സീ യു ഗൈസ്.